പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാത്തിരുന്ന മറ്റൊരു വിഷുക്കാലം കൂടി വരവായി. വിഷു സദ്യയ്ക്കൊപ്പം വിളമ്പാൻ പറ്റിയ നല്ല ഒന്നാം തരം ഒരു കാരമൽ സേമിയ പായസമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കാരമൽ സേമിയ പായസം റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മടിക്കരുത്. പായസം മാത്രമല്ല, മറ്റ് സദ്യ വിഭവങ്ങളും ഞാൻ മുൻപ് തയ്യാറാക്കിയിട്ടുണ്ട്. അവിയൽ, കിച്ചടി, പച്ചടി മുതലായ എല്ലാം തന്നെ. എൻ്റെ ചാനലിൽ ഞാൻ ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ സദ്യ വിഭവങ്ങളും കേരള സദ്യ ഡിഷസ് എന്ന പ്ലേലിസ്റ്റിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഞാൻ ലിങ്ക് ചെയ്തേക്കാം. എല്ലാം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ട്രൈ ചെയ്ത് നോക്കൂ. ഇനി കാരമൽ സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാത്രം അടുപ്പിൽ വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കുന്നു. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരി എടുക്കുന്നു. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ആവശ്യത്തിന്, ഞാനിവിടെ വളരെ ചെറിയ എമൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു 1/2 കപ്പ് സേമിയാണ്. അത് ഓൾറെഡി വറുത്തതാണ്, എങ്കിലും ഒരു ഫ്ലേവറിനായിട്ട് ഒന്നുകൂടി ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് മാത്രം സേമിയ ഒന്ന് വറുക്കുന്നു. സേമിയയും മൂപ്പിച്ച് കോരി മാറ്റി. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങളെടുക്കുന്ന സേമിയയ്ക്കും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പായസത്തിൻ്റെ അളവിനുമനുസരിച്ച് പഞ്ചസാര എടുക്കുക. ആ പഞ്ചസാര പാത്രത്തിലേക്കിട്ട് ചെറിയ തീയിൽ ഇതേപോലെ കാരമലൈസ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ മറ്റൊന്നും ചേർക്കുന്നില്ല, പാത്രത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്നൊരു നെയ്മയമുണ്ടെന്ന് മാത്രം. പഞ്ചസാര മുഴുവൻ മെൽറ്റ് ചെയ്ത് ഈ ബ്രൗൺ കളറാകുന്ന ഉടനെ തന്നെ തീ ഓഫാക്കി അതിലേക്ക് പാല് ചേർക്കുകയാണ്. തീ ഓഫാക്കിയ ശേഷം പഞ്ചസാര കൂളാവാൻ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൂളായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഭയങ്കര ഹാർഡായ ഒരു ഗ്ലാസ് പോലെയുള്ള സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറും. പിന്നെ അത് മെൽറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. എനിക്ക് ഈ അബദ്ധം പറ്റി. അപ്പം ഞാൻ കുറച്ച് സമയം ഇട്ട് ഇളക്കിയ ശേഷമാണ് ആ പഞ്ചസാര വീണ്ടും മെൽറ്റായി പാലിലേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ മെൽറ്റായി വന്നത്. ഇനി ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ അളവിലാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ പറയാൻ വിട്ടുപോയി, ഞാൻ ചെറിയ കപ്പിന് 5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണിക്കുന്ന കപ്പിന് 5 കപ്പ് പാൽ. ഇത്രയും പാലാണ് ഒഴിച്ചത്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കിയ ശേഷം ഇനി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി ഇളക്കി കുറച്ച് സമയം അടപ്പൊന്ന് പകുതി ചാരി വെച്ചടച്ച് വേവിക്കാം. മീഡിയത്തിൽ കുറച്ച് താഴെയാണ് ഞാൻ ഫ്ലെയിം വെക്കുന്നത്. എല്ലാം ഒന്നുകൂടി ഒരു 4-5 മിനിറ്റിന് ശേഷം തുറന്ന് ഇളക്കുന്നു. സേമിയ വേവുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ്, പായസത്തിൻ്റെ മർമ്മപ്രധാനമായ ഏലയ്ക്ക. 4-5 ഏലക്കയുടെ കുരു മാത്രം ഒന്ന് ചീനച്ചട്ടിയിലിട്ട് മൂപ്പിച്ച് കല്ലിൽ ചതച്ചെടുത്തതാണ്. ആ പൊടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി പായസം ഒന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഇളക്കി തീ ഓഫാക്കാം. സേമിയയും വെന്തും പാകത്തിന് കുറുകിയ നല്ല മധുരമുള്ള സേമിയ പായസം, കാരമൽ സേമിയ പായസം തയ്യാറാണ്. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കുതിർത്ത് വെച്ച് ചവ്വരിയും കൂടി ചേർക്കാം. ചവ്വരി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നത് കൊണ്ട് ചേർത്തില്ലെന്ന് മാത്രം. ഈ വിഷുവിന് എൻ്റെ സദ്യ പ്ലേലിസ്റ്റിലെ ഇഞ്ചിക്കറി, അവിയൽ ഒക്കെ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അതോടൊപ്പം ഈ കാരമൽ സേമിയ പായസം കൂടി ട്രൈ ചെയ്ത് തീർച്ചയായും എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോയും ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.